എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് എല്ലാവർക്കും വണക്കം. എൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം അവിഹിതമാണ്. അവിഹിതത്തിൽപ്പെട്ട കുറച്ച് നടിമാരെ കുറിച്ചാണ് വീഡിയോ ആണിത്. അതിലാദ്യമായിട്ട് സുകുമാരി അമ്മ ഒരു സംവിധായകനായിട്ട്, ഒരു തമിഴ് സംവിധായകരുമായിട്ട് പ്രണയത്തിലായി. അയാൾ വിവാഹം കഴിച്ചിരുന്നതാണ്. 2 പിള്ളേരുണ്ടായിരുന്ന ഒരു കുടുംബസ്ഥനാണ്. അദ്ദേഹമായിട്ട് പ്രണയത്തിലായി. അദ്ദേഹത്തിൻ്റെ പേര് ഭീം സിംഗ് എന്നാണ്. അദ്ദേഹം മലയാളിയല്ല. ഇദ്ദേഹത്തോടൊപ്പം ഒളിച്ചോടുകയായിരുന്നു സുകുമാരിയമ്മ ചെയ്തത്. അപ്പം അതൊക്കെ ആ ഒരു കാലത്ത് ഭയങ്കര എന്താ പറയുക വിഷയമായ സംഭവങ്ങളാണ്. പിന്നീട് അദ്ദേഹം കൂട്ടാൻ വന്നില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമായിരുന്നെന്നൊക്കെ പിന്നീട് ഇവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സുകുമാരിയമ്മയ്ക്ക് ഈ ബന്ധത്തിൽ ഒരു മകനുണ്ട്. അദ്ദേഹം ചെറിയ വേഷങ്ങളൊക്കെ സിനിമയിൽ ചെയ്തിട്ടുള്ളതാണ്. അടുത്ത ആൾ നമ്മുടെ ബിന്ദു പണിക്കരാണ്. ബിന്ദു പണിക്കരും വിവാഹം കഴിഞ്ഞ അല്ലെങ്കിൽ വിവാഹിതനായ ഒരു കുടുംബം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനുമായിട്ടാണ് പ്രണയത്തിലായത്. ബിന്ദു പണിക്കരുടെ ഭർത്താവ് നേരത്തെ മരിച്ചു പോയതാണ്. സായ്കുമാറുമായിട്ട് പ്രണയത്തിലായി. സായ്കുമാർ വിവാഹിതനാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ പേര് പ്രസന്നകുമാരി എന്നാണ്. ഇവരുമായിട്ടുള്ള ബന്ധം തകർന്ന ശേഷമാണ് ഇവർ പിന്നെ വിവാഹം കഴിക്കുന്നത്. പ്രസന്നകുമാരിക്ക് ഇപ്പോൾ ക്യാൻസർ ആണെന്നൊക്കെ കേൾക്കുന്നു. അങ്ങനെ ഒരു ദുഃഖ വാർത്തയൊക്കെ ഉണ്ട്. 2 പേർക്കും ഒരേ മകൾ വീതമുണ്ട്. അടുത്തയാൾ മേതിൽ ദേവികയാണ്. മുകേഷുമായിട്ടാണ് ഇവർ പ്രണയത്തിലാകുന്നതും വിവാഹം കഴിക്കുന്നതൊക്കെ. പക്ഷേ സരിതയുമായിട്ടുള്ള ബന്ധം പിരിയുന്നതിന് മുമ്പാണ് മുകേഷുമായിട്ട് ഇവർ ഒന്നിച്ച് ജീവിക്കാനും വിവാഹം കഴിക്കാനൊക്കെ പോയത്. പിന്നീട് ഇവർ തമ്മിൽ പിരിയുകയും ചെയ്തു കേട്ടോ. മുകേഷുമായിട്ടുള്ള ബന്ധം പിരിയുകയും ചെയ്തു. മുകേഷിനെ കുറിച്ച് ഒരുപാട് വാർത്തകൾ ഇങ്ങനെ നമ്മൾ കേൾക്കുന്നതല്ലേ, ഒരുപാട് ഓഡിയോകൾ കേൾക്കുന്നതല്ലേ. അതുകൊണ്ടൊക്കെ ആവാം അവർ പിരിഞ്ഞത്. അടുത്തയാൾ കാവ്യമാധവനാണ്. കാവ്യമാധവൻ ദിലീപുമായിട്ടാണ് പ്രണയത്തിലാവുന്നത്. ദിലീപിനൊരു കുടുംബമുണ്ട്, കുഞ്ഞുണ്ട് എന്നൊക്കെ അറിഞ്ഞു വെച്ചിട്ടാണ് ഇവർ പ്രണയത്തിലായത്. അതുകൊണ്ട് അവരൊരിക്കലും കാവ്യമാധവനെ ന്യായീകരിക്കാനാവില്ല. കാവ്യമാധവൻ ഇതിനേക്കാൾ നല്ല ബന്ധം കിട്ടുമായിരുന്നു. പിന്നെ ഇങ്ങനെയുള്ള പ്രണയത്തിൽ ചെന്ന് ചാടേണ്ട ഒരു കാര്യമില്ലായിരുന്നു. അങ്ങനെ ദിലീപും മഞ്ജുവാര്യനും പിരിഞ്ഞ ശേഷം ഇവർ വിവാഹം കഴിച്ചു. കാവ്യമാധവനെ വിവാഹം കഴിച്ചിരുന്നു. നിഷാദ് ചന്ദ്രൻ എന്ന് പറഞ്ഞ ഒരാളെയാണ് വിവാഹം കഴിച്ചത്. പിന്നെ ആ ബന്ധം പിരിഞ്ഞു. അതിനുശേഷമാണ് ദിലീപിനെ ഇവർ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ കാവ്യമാധവൻ ഇതിലേക്ക് പോയത് ചിലപ്പോൾ എടുത്തുചാട്ടം കൊണ്ടാവാം. ആ പ്രായത്തിൻ്റെ ഇതിലേക്ക് പറ്റിപ്പോയൊരു പ്രണയമായിരിക്കും ഇതൊക്കെ. എന്തായാലും നന്നായിരിക്കുന്നു. അടുത്ത ആൾ വിജയും തൃഷയാണ്. ഇവരെ പറ്റി ഒരുപാട് ഗോസിപ്പുകൾ ഇങ്ങനെ വരുന്നുണ്ട്. സത്യമാണോ ഇല്ലയോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. വിജയുടെ ഭാര്യ പിണങ്ങിപ്പോയെന്നും സംഗീത ഇപ്പോൾ ലണ്ടനിലാണെന്നൊക്കെ പറയുന്നു. ഇവർ പ്രണയിച്ച് വിവാഹം കഴിച്ചവരാണ്, സംഗീതയും വിജയും. തൃഷയായിട്ട് പ്രണയമുണ്ടോ? തൃഷയായിട്ട് ഒരുമിച്ച് കറങ്ങിച്ചൊക്കെ ഉണ്ട്. കൃതി സുരേഷിൻ്റെ വിവാഹത്തിനൊക്കെ ഇവർ ഒന്നിച്ചാണ് ചെന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട കാര്യം വിജയ്ക്കില്ല. അതുകൊണ്ടൊക്കെ തന്നെ ഇതിലെന്തോ നമുക്കെന്തോ ഉള്ള പോലെ തോന്നുന്നുണ്ട്. പിന്നെ സംഗീതം ഇങ്ങനെ പിരിഞ്ഞിരിക്കുന്നതിൽ നമുക്ക് ഡൗട്ടുണ്ട്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ.